ആക്രമണം നടത്തുന്നത്രേ. ആൺ പെൺ ഭേദമില്ലാതെ അപാരം എന്റെ മക്കളെ എങ്ങനെയാ ആടുവൈകളിലൂടെ സ്കൂളിൽ പോവുക? ഞാൻ എങ്ങനെയാ ഉച്ചവയലിൽ പണിക്ക് പോവുക? അല്ല, ഈ പട്ടികൾ ഒറ്റയ്ക്കാണോ അതോ കൂട്ടത്തോടെയാണോ മനുഷ്യരെ ആക്രമിക്കാൻ വരുന്നത്? ഇല്ല, അത്തരം വിവരങ്ങളൊന്നും ഈ പത്രക്കല്ലാതില്ല. ശരിയാ, മറ്റേ തലമതി മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേർ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടാണെങ്കിലോ അതോ കുന്തക്കാട്ടിലെന്തോ ഞാൻ നോക്കുന്നു, പക്ഷെ കാണുന്നില്ലല്ലോ. പേടിച്ചുകൊണ്ട് നോക്കി അങ്ങനെയാ വേണ്ടത് ചിലപ്പോ കാണില്ല. അപ്പറഞ്ഞത് ശരിയാ, മനസ്സ് നേരില്ലെങ്കിലേ ഒരു കാര്യവും വേണ്ട രീതിയിൽ നടക്കുകയില്ല. പിന്നെ ഞാൻ കാണാതിരിക്കുന്നത് എന്റെ കണ്ണിന്റെ നഷ്ടപ്പെടുന്നത് കൊണ്ട് കൂടിയാണ്. നമ്മൾ രണ്ടുപേർ രണ്ട് മതക്കാർ വേറിട്ട് നിന്നാലും ഒട്ടിച്ചേർന്ന് നിന്നാലും ഈ പട്ടികൾ നമ്മെ വിടുകയില്ല. എന്നാൽ ഒട്ടിച്ചേർന്ന് തന്നെ നിൽക്കുക, അപ്പോൾ അതൊരു കരുത്താണ്. ശരിയാ, ഐക്യം പോലെ എന്തുകണ്ടേ എഴുതപ്പെട്ടതാ മനുഷ്യൻ. എന്നാ പട്ടിക്കുട്ടനെങ്കിലും നമ്മെ കണ്ടു ആ കാഴ്ചപ്പാട് മാറ്റേണ്ടി വരും. ശരിയാ, നാം എഴുതുമ്പോൾ ഒന്നിച്ച് മരിക്കുമ്പോൾ ഒന്നിച്ച് നമ്മുടെ ഈ ഐക്യം ഈ പട്ടിക്കുട്ടങ്ങളൊന്നും കാണട്ടെ. പൊരുതുമ്പോൾ ഒന്നിച്ച് മരിക്കുമ്പോൾ ഒന്നിച്ച്. ഇതാ ഒരു രാജകൽപ്പന. ധർമ്മപുരിവാടും രാജാധിരാജനും തിരുമനസ് കൽപ്പിക്കുന്നു. ധർമ്മപുരിയിൽ പട്ടികൾക്കെല്ലാം പേരുകളെ ഇരിക്കുന്നു. ആശുപത്രിയിൽ മരുന്നും ചികിത്സയും സൗജന്യമാണ്. പേപ്പട്ടിയുടെ കടിയേറ്റവർക്ക് സർക്കാർ സൗജന്യമായി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിൽ തെളിവുകളുടെയും മുറിവുകളുടെയും തോതനുസരിച്ച് 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുകയാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ ഇനിയും സ്വന്തമാക്കാത്തവർ ഉടനെ അവ സ്വന്തമാക്കുക. പട്ടികളുടെ ശല്യം ഒരു സാധാരണ പ്രതിഭാസം മാത്രമാണ്. പ്രിയമുള്ളവരെ, കേട്ടല്ലോ, എത്ര മനോഹരമായിരിക്കും രാജാവിന്റെ കൽപ്പന. പ്രജാക്ഷേമ കൽപ്പനന്റെ കൽപ്പനാമൊഴി വിളംബരം കേട്ടപ്പോ സന്തോഷമായില്ലേ? എന്നാലും പട്ടികളുടെ കടി പരിഷ്കാരത്തിന്റെ വെറുതീക്കയിലേക്ക് കള്ളനോട്ടുകളില്ലാത്ത, കള്ളപ്പണക്കാരില്ലാത്ത, ഏവരെയും ധനികരാകുന്ന, ഏവരും ധനികരാകുന്ന
ഇല്ലാതെ സംഭരിച്ചു വെക്കാനുള്ള ശീതീകരണശാലകളും ഗോഡൌണുകളും ഉണ്ട്. അവരാണ് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്, അവരാണ് വില നിലവാരം നിശ്ചയിക്കുന്നത്. പിന്നെ കർഷകൻ ജയിക്കുന്ന ആവേശത്തോടെ കേട്ടുന്ന അല്ല, ഇവിടെ നിന്നാണ് ഇത്രയും ശേഖരിക്കാൻ കഴിയുന്നത്? വൻകിട ഫാമുകൾ ഉത്പാദനത്തിന് മുന്നേ കച്ചവടത്തിലൂടെ വഴിയും ഗോഡൌണുകളും ഉത്തമമാക്കുന്നു. ചെറുകിടക്കാർ പിന്തള്ളപ്പെടുന്നു, മാർക്കറ്റ്. ഈ പാവപ്പെട്ടവരെടുത്ത ബാങ്ക് വായ്പകൾ നടപടികളാകും. മുമ്പിൽ ആത്മഹത്യ എന്ന ഒരേ ഒരു മാർഗമാണ്. കർഷകന്റെ ആത്മഹത്യ. ഇപ്പോൾ ആളുകൾ തേടി പോവുകയാണ്. ഓൺലൈൻ ബിസിനസ്സുകളാണ് ഡെലിവറി. മാർക്കറ്റിൽ ചെന്ന് തിരിയാനോ വിലപേശാനോ ആർക്കും സമയമില്ല. വന്നു കൊന്നോളൂ. ഈ നരകത്തിൽ നിന്ന് അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു കൊള്ളട്ടെ. പട്ടിണികളും വരുത്തുന്നതിലും പേര് ഞാനും വിചാരിക്കാം ഒരു പട്ടിയായി ജനിച്ചാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മേൽ ചാടി വീണ് കടിച്ചു കീറി രക്തവും മാംസവും ഉടൽപാലും ഒക്കെ കടിച്ചു കീറി തിന്നാമായിരുന്നു. ആരെയും പേടിക്കേണ്ട ആവശ്യം